ഞാൻ ഷൂട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരുങ്ങുക. അങ്ങനെ ഞാനും എൻ്റെ ഏട്ടനെല്ലാം റെഡിയായി. അവൻ റെഡി ആയിട്ട് ഇങ്ങനെ സുന്ദരക്കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫൈനലി നിങ്ങൾ ഷൂട്ടിലേക്ക് പോവാണ്. ജീപ്പ് വെയിറ്റ് ചെയ്യാണ്. സോ വി ആർ ഹിയർ ഇൻ സ്വിമ്മിംഗ് പൂൾ ഏരിയ. അഗൈൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒന്ന് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അത്രയും നല്ല സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഞാനൊരു ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്തുള്ളൂ. ലിപ് ഷെയ്ഡ്, ലിപ് ബാം, ഒരു പിങ്ക് ലിപ്പായിട്ടത്, പിന്നെ ഐബ്രോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു മിനിമൽ മേക്കപ്പാണ് ചെയ്ത്. ബട്ട് കാണുമ്പോൾ ഇച്ചിരി മേക്കപ്പ് കൂടിയ പോലെ ഉണ്ടാവും. സൂപ്പർ ജീപ്പാണ്. ഫുൾ ലുക്ക് ആയിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഷൂ ഒന്നും ഇട്ടില്ല ഇറങ്ങേണ്ട ഒരു തിരക്കില്. നല്ല രസമുണ്ട്. നല്ല ചീവിടിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇവിടെ. സോ നിങ്ങൾക്ക് അത് ഇറിറ്റേഷൻ ആവുമെന്ന് അറിയാം, എന്നാലും ഇതൊരു നാച്ചുറൽ ആ ഒരു ഫീല് അങ്ങനെ വിചാരിച്ചാൽ മതി. ഫസ്റ്റ് ജീപ്പ് സഫാരിയാണ്. എൻ്റെയും ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അമ്മയുടെ അച്ഛൻ്റെയും ബ്രോയുടെ എല്ലാം ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ കുലുങ്ങിയിട്ടാണ് പോണേ. കുറച്ചങ്ങോട്ടേക്ക് കഴിയുമ്പോൾ തന്നെ ഒരു കുത്തനൊരു ഇറക്കമാണ്. ആ ഇറക്കം എൻ്റെ അമ്മ ഒന്നൊന്നര ഇറക്കമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ജീപ്പ് സഫാരി പോയവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ കുലിക്ക് എങ്ങനെയാണെന്ന്. ഭയങ്കര രസമാണ്, ഫണ്ണി ആയിരുന്നു. പെട്ടെന്ന് തന്നെ എത്തി. അവിടെ തന്നെയുള്ള പാറക്കാട് റിസോർട്ടിൻ്റെ ഒരു ആക്ടിവിറ്റി ഏരിയ ആണ്. ആ ഏരിയയിൽ വെച്ചാണ് ഷൂട്ട്. അങ്ങനെ ഞങ്ങൾ എത്തി. എൻ്റെ ഇപ്പോൾ ഭയങ്കര ജോഗിങ് ആയിരുന്നു. വലിയൊരു കുന്നാണ് കീന് വന്നത്. ഡോമോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. ഇതാ ഈ കുന്നായിരുന്നു ഡമ്മു. ഇത് വലിയ കുന്നാണ് കേട്ടോ, കാണുന്ന പോലെ ഒന്നല്ല. ഉണ്ടായിരുന്നു കുലുങ്ങി. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കിളിക്കൂട് പോലത്തുള്ള ഒരു ഷേപ്പുള്ള ഊരാലിൻ്റെ അടുത്ത് പോയിട്ടിരുന്നു. റിലാക്സ്. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു. അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനായിരുന്നു ഫോട്ടോഗ്രാഫർ. ഇവരെയൊക്കെ ഇവിടെ ഇട്ടേച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവാണ് ഗൈസ്. കാരണം ഞാൻ ഇനി അങ്ങോട്ടേക്ക് നല്ല തിരക്കിലാണ്. പണി തുടങ്ങട്ടെ. വീട് കട്ടപ്പന. ഇങ്ങോട്ട് വാ. അച്ഛൻ ചോദിച്ച് പേരെന്താ? അപ്പാട് അവൻ പറഞ്ഞ് അമൽ. പിന്നെ പറഞ്ഞ് നാടെടിയ. അപ്പാട് അവൻ പറഞ്ഞ് കട്ടപ്പന. അപ്പൊ നീയാണല്ലേ കട്ടപ്പനയിലെ കൃത്യക്ക് റോഷൻ. അങ്ങനെ അവരെ എക്സ്പ്ലോറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായി, എനിക്കറിയാം. ഇവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാൻ ക്യാമറ കൈമാറി. അങ്ങനെയൊന്നും വേണ്ട. പിന്നെ എല്ലാത്തിനും ഈ കണ്ടന്റ് എഡിറ്റ് ചെയ്തിട്ട് എപ്പം തീർന്ന അറിയില്ല അന്നേരം. അപ്പോ നല്ല സുന്ദരമായ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മച്ചാനെ അവൻ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് കിളി പോയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അവിടേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ എൻ്റെ ഷൂട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായി. ചേട്ടൻ ഇങ്ങനെ എവിടെ നിന്ന് എടുക്കണം, എന്ത് വേണം എന്നുള്ള പ്ലാൻ ചെയ്യാണ്.
അങ്ങനെ ചുമ്മാ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നൊരു സീനായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിന്റെ BTS എടുക്കാൻ ആളുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം എനിക്കത് കാണാനും രസമാണല്ലോ. ബ്രോ ഒരു മികച്ച കലാകാരനാണ്, അതുപോലെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ക്യാപ്ചർ ചെയ്തത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. കാര്യം നമ്മുടെ ഫാമിലി എല്ലാവരായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോയതൊക്കെ കാണാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണാനും എന്ത് രസമായിരിക്കും അല്ലേ. അവനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താന്ന് ചോദിക്കുക. അവൻ എൻ്റെ വ്ളോഗ് എടുക്കുന്നത് അവനിലേക്ക് ഞാൻ കൈമാറിയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി തൊട്ട് അവനാണ് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടോ. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പേര് ഇതൊന്നും അറിയില്ല. ഈ വീഡിയോ എടുക്കാൻ നോക്കി അവനാട്ടോ. അവനും അമ്മയും അച്ഛനും കൂടി എക്സ്പ്ലോറിങ് സ്റ്റാർട്ട്. ഞാനാണെങ്കിൽ അവിടെ ഷൂട്ടിലുമാണ്. പിന്നെ കുറേ ഫ്രൂട്ട്സിന്റെ മരങ്ങളുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇതിലെ കൂടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല സേഫ്റ്റിയാണ് ഇവിടെ. കമ്പിയൊക്കെ നല്ല സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നിൽക്കി ഇപ്പല്ല 4 മണിക്ക് പിന്നെ ആള് വരണോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടുന്ന വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നിട്ട് ചെറിയ വാക്കിംഗ് ഷോട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പാലക്കാട്ട് റിസോർട്ട് ശരിക്കും അടിപൊളിയായിട്ടോ. കാരണം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട്. അതാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 2 സ്ഥലത്ത് അമ്മേനെ അച്ഛനും നോക്കണം, എന്നെയും നോക്കണം, എൻ്റെ വീഡിയോസ് ചെറുതായിട്ട് എടുത്ത് തരികയും. അങ്ങനെ ഫുൾ ഡ്യൂട്ടി അവൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ പാലക്കാട്ടിലുള്ള റിസോർട്ടിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള റൂമിലാണുള്ളത്. സോ ഇത് VIP റൂമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മരം കേട്ടൊക്കെ നടത്തി. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഇവിടെ തേനീച്ചക്കൂട് ആക്കിയായി വരുന്നുണ്ട്. തേനീച്ചക്കൂട് ആവുക. അപ്പോൾ ഇത് ഏറ്റവും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള സ്ഥലമാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതിന് സൈഡിലോട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. സൂപ്പർ. അത് റിയൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടം. ഞാൻ ആദ്യം വിചാരിച്ചു മാൻമെയ്ഡ് ആണെന്ന്, പക്ഷേ ഇറ്റ് വാസ് റിയൽ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ കാണാൻ ഒത്തിരി ഭയങ്കര ഇഷ്ടമായി. നോക്കിയിട്ട് എന്തൊരു നല്ല വ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് റിയലി ഡിഫറെൻറ്റ്. എൻ്റെ അമ്മ ഞാനിതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അമ്മയെ നോക്കി അമ്മ ഏറ്റവും താഴെയാണ് ഉള്ളത്. അവനെടുത്ത വീഡിയോ ഇത്. എൻ്റെ അമ്മ എന്ത് ഡിഫിക്കൽട്ടാണെന്നറിയോ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ കയറാനായിട്ട്. എങ്ങനെ കയറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവനെ ഇറങ്ങാനായിട്ട്. കയറാൻ അങ്ങനെയെങ്കിലും കയറിണ്ടാവും. ഈ വല്ലരെ കീയായിരുന്നു മോനെ. അവനാണെങ്കിൽ ആര് പറഞ്ഞു അനുസരിക്കില്ല. അവൻ്റെ ഇഷ്ടത്തിന് അവൻ വിചാരിച്ച കാര്യം അവന് ചെയ്യണം. അവനത് റിസ്ക് ആണോ അതൊന്നും അവൻ ചിന്തിക്കില്ല. അതുകൊണ്ട് എനിക്ക് അവൻ്റെ പേടിയാണ്. ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയും, പക്ഷെ അവനതൊന്നും കേൾക്കില്ല. ഇതാ ഇത് പിടിക്കുമ്പോഴേ അതിന്റെ മറ്റേ വള്ളി നമുക്ക് കയറി. അച്ഛനെ അച്ഛൻ എപ്പോഴും ഭയങ്കര യങ്ങാന്നാണ്. അച്ഛൻ അതിലൊക്കെ നമ്മൾ കയറാൻ വിട്ടിട്ടില്ല. കാരണം എങ്ങാനും എന്തെങ്കിലും പറ്റിയാലേ. പക്ഷേ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര അഡ്വഞ്ചർ പോലെ കാണിക്കണം. അട്ടി എടിയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാ?
എവറസ്റ്റ്. ഒരു ചെറിയൊരു ഒരു കുന്ന് മല പാറ കയറി. നമ്മള് അമല് ചേട്ടൻ വായല പറിക്കുക. വാഴല്ല, ഇഞ്ചിയല്ല. സ്മെൽസ് ഗുഡോ? അപ്പം എനിക്ക് മൂന്നാറിൽ വന്നപ്പോഴും ഫോണ് പിടിക്കാൻ ക്യാമറ പിടിക്കാൻ ഒരു അവസരം കിട്ടി. ആൻഡ് ഇറ്റ്സ് നൈക്കോൺ. ഇറ്റ്സ് എ റിയലി ഗുഡ് ക്യാമറ. സോണി യൂസർ. അല്ല, നീ ക്യാമറ എടുത്തിട്ടില്ലേ? What a lovely view. അത് എന്ത് നേരം മരം? അത് പൈൻ മരങ്ങളല്ലേ? എടുത്തെടുത്തെടുത്ത് നീ കാണുന്നതിനെക്കാട്ടി മുമ്പിൽ ഞാൻ കാണുവാടി. ആ സ്ഥലം ഏരിയ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ പോണേ ആ മഞ്ഞ് മൂന്നാറിക്കാണ്. അത്ര ഇതാണ് മഞ്ഞാണ് മൂന്നാറിൽ. ഇവിടുത്തെ ഇലയൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കും. കാട്ടുജാതി ട്രൈബൽ ഷൂട്ട് പോലെ ഉണ്ട്. നാഷണൽ ജിയോഗ്രാഫിന്റെ വ്ളോഗ്. അങ്ങോട്ട് അങ്ങോട്ടോ സ്വന്തമായിട്ട് നമ്മൾ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ അത് മതി. ആ ഒരു ബാഗൊന്നും വേണ്ടല്ലോ, വേണോ? ഈ ഉപേക്ഷിക്കാൻ കളിച്ച കളി.